السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ജാമിഅ നൂരിയ അറബിയയുടെ ഓൺലൈൻ ഖുർആൻ കോഴ്സ് പഠിതാക്കളെ, സഹോദര സഹോദരിമാരെ, ഇന്ന് നമുക്ക് അൽ ബഖറ സൂറയുടെ 30-ാമത്തെ ആയത്ത് മുതലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവവും മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആരംഭവുമായി അള്ളാഹു നമ്മെ ഉണർത്തിയ കാര്യങ്ങളുമാണ് പഠിക്കുവാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് അള്ളാഹു വിശദീകരിച്ചതിൻ്റെ ശേഷം പിന്നീട് മനുഷ്യവംശത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഒരു സമൂഹം വേണമെന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരും അടുപ്പക്കാരുമായ മലായിക്കത്തിനോട് അള്ളാഹു തആല ഈ വിഷയം അറിയിച്ചു. ഞാൻ ഭൂമിയിലേക്കൊരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇവിടെ മലായിക്കത്തിൻ്റെ അഭിപ്രായം അള്ളാഹു ചോദിച്ചു എന്ന നിലക്ക് ഈ സംഭവം വ്യാഖ്യാനിക്കാൻ പാടില്ല. മലായിക്കത്തിൻ്റെ അഭിപ്രായം ഇവിടെ ചോദിച്ചിട്ടില്ല, അങ്ങനെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുമില്ല. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നു, വെക്കുന്നവനാണ്, സൃഷ്ടിക്കുന്നവനാണ് എന്ന് പറയുകയാണ് ചെയ്തത്. മലായിക്കത്തിന് ആ വിഷയത്തിൽ എതിർപ്പും ഇല്ല, അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല. മലായിക്കത്ത് അങ്ങനെ അല്ലാഹു തആലാൻ്റെ ഒരു തീരുമാനത്തിൽ സംശയമോ എതിർപ്പോ ഇഅ്തിറാളോ പറയുകയും ചെയ്യൂല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ എന്നാണ് അവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞ ഒന്നിനും അവർ വിരുദ്ധം ചെയ്യുകയില്ല, കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈ പ്രകൃതിയെ മലക്കിനുള്ളൂ, ഇതേ അവർക്ക് അറിയുകയുള്ളൂ. പക്ഷേ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ അള്ളാഹു പുതുതായി സൃഷ്ടിക്കുന്നത് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഹിക്മത്തുണ്ട്, യുക്തിയുണ്ട്, തത്വമുണ്ട്. ആ യുക്തി ഇതിൽ എന്താകുന്നു എന്ന് മനസ്സിലായിട്ടില്ല എന്ന് മലക്കുകൾ പറയുകയാണ് ചെയ്തത്. അതൊരു ചോദ്യത്തിൻ്റെ രൂപത്തിലായി എന്ന് മാത്രം. ഖാലു, മലായിക്കത്ത് പറഞ്ഞു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ ഫസാദുണ്ടാക്കുന്ന വിഭാഗത്തെയാണോ നീ സൃഷ്ടിക്കുന്നത്? ഖലീഫയാക്കാൻ പറ്റാത്ത ആളുകളെയാണോ നീ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നത്? എന്താണ് ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള യുക്തി? വയസ്ഫിക്കുദ്ദിമാ, രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുകയാണോ? ഞങ്ങൾ നിൻ്റെ ഇഷ്ടദാസന്മാരായ സൃഷ്ടികൾ, നിനക്ക് തസ്ബീഹും തഹ്മീദും ചെയ്യാൻ മാത്രം അറിയുന്ന, തിന്മ എന്തെന്നറിയാത്ത നല്ലവരായ സൃഷ്ടികൾ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഭൂമിയിൽ അങ്ങനെ ഖലീഫ വേണമെങ്കിൽ ഞങ്ങളെ ഖലീഫയാക്കാമല്ലോ, മനുഷ്യനേക്കാളും ഞങ്ങളല്ലേ ഉത്തമർ. എന്നിട്ടും മറ്റൊരു വിഭാഗത്തെ ഖലീഫയായി നീ സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താകുന്നു എന്ന് മലായിക്കത്ത് ചോദിച്ചു. അല്ലാഹു തആല അതിന് മറുപടി പറഞ്ഞില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ ഇവിടെ പരസ്പരം ഒരു തർക്കമോ, നീ എന്തിനാണ് ഭൂമിയിലേക്ക് ആളെ സൃഷ്ടിക്കുന്നത്? അപ്പോൾ അല്ലാഹു തആല ഞാൻ അങ്ങനെ സൃഷ്ടിക്കുന്നത് ചെയ്യും, അപ്പോൾ മലായിക്കത്തെ അങ്ങനെ സൃഷ്ടിക്കേണ്ട ഞങ്ങളില്ലേ, ആ രൂപത്തിൽ ഇതൊരു തർക്കവിതർക്കങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കാനേ പാടില്ല.
പലപ്പോഴും പല പ്രസംഗങ്ങളിലും പല പ്രഭാഷണങ്ങളിലൊക്കെ ആ രൂപത്തിൽ ഇതെന്തോ മലക്കുകളും അള്ളാഹും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ കശപിശുണ്ടായതുപോലെ പറയാറുണ്ട്. അത് വളരെ ഗുരുതരമായ തെറ്റാണ്. മനുഷ്യവിഭാഗത്തെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കട്ടെ എന്ന് ചോദിച്ചിട്ടില്ല, ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് അള്ളാഹു പറയുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താകുന്നു, തത്വം എന്താകുന്നു എന്ന് സംശയം മലായിക്കത്ത് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അള്ളാഹു തആല അതിന് മറുപടി, അത് നിങ്ങൾക്കറിയാത്ത എത്രയോ രഹസ്യ കാര്യങ്ങൾ അതെനിക്കറിയാം എന്ന് അള്ളാഹു പറയുകയും ചെയ്തു. പിന്നീട് അള്ളാഹു തആല മലക്കുകൾക്ക് ഇത് പ്രായോഗികമായി ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്നത് മുതലുള്ള സംഭവങ്ങൾ. ഒരുപാട് ഫായിദകൾ, ഒരുപാട് ഗുണപാഠങ്ങൾ ആദം നബി അലൈഹി സ്വലാമിൻ്റെ സൃഷ്ടിപ്പും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ചരിത്രം അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം, ഇല്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിന് വീണ്ടും ഇവനെ ഒന്നുകൂടി പരലോകത്തേക്ക് മടക്കിക്കൊണ്ടുവരാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് സ്ഥാപിക്കലാണ് ഒന്നാമത്തെ ഉദ്ദേശം. 2, മനുഷ്യവംശത്തെ മലക്കുകളെക്കാൾ അള്ളാഹു ബഹുമാനിച്ച് പല നിലക്കുള്ള ബഹുമാനങ്ങളും മനുഷ്യവംശത്തിന് അള്ളാഹു നൽകി എന്ന് അള്ളാഹുവിൻ്റെ നിഅമത്ത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നിഅമത്തിന് നന്ദിയുള്ളവരായിരിക്കണം, ശുക്റുള്ളവരായിരിക്കണം, വിശ്വാസികളായിരിക്കണം, ആബിദീങ്ങളായിരിക്കണം, അള്ളാഹുവിനെ അറിയുന്നവരായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ ഗുണം. മറ്റുള്ള ഓരോ ഗുണങ്ങളും നമുക്ക് വഴിയായി പിന്നീട് പറയാം. ഇവിടെ ആദ്യമേ മലായിക്കത്തിനോട് അല്ലാഹു തആല ഈ വിഷയം എന്തിനാണ് പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ഭൂമിയിൽ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നു എന്ന്. അല്ലാഹു തആലക്ക് സൃഷ്ടിച്ചാൽ മതിയല്ലോ, അത് ചോദിക്കേണ്ടി പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് അല്ലാഹു തആല അവരോട് പറഞ്ഞത്? അത് പ്രധാന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര കഴിവുള്ളവനാണെങ്കിലും ശരി, മുഷാവറ ചെയ്യൽ, ഒന്ന് കൂടിയാലോചിക്കൽ, അല്ലെങ്കിൽ ഒന്ന് ചർച്ച ചെയ്യൽ, ഈ വിഷയം മറ്റൊരാളോട് പറഞ്ഞ് അവരുടെ പ്രതികരണം എന്താകുന്നു എന്ന് പ്രതീക്ഷിക്കൽ, ഇതൊരു ഉത്തമമുള്ള കാര്യമാണ് എന്ന് മനുഷ്യ സമൂഹത്തെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവമുള്ളത്. അല്ലെങ്കിൽ മലായിക്കത്തിനോട് പറയേണ്ട ആവശ്യം അല്ലാഹു തആലാക്കില്ല. പക്ഷേ ഇത്രയും ഗൗരവമുള്ള പ്രശ്നമുള്ള ഒരു കാര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒരു മുഷാവറ ചെയ്യുന്നത് എപ്പോഴും അത് നല്ല സംഗതിയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണപാഠമാണ്. പിന്നെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഖലീഫയായി വന്നവനാണ്. ഈ ഭൂമി നിലനിൽക്കുകയും ഭൂമിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും സമൂഹത്തിന് ആവശ്യമായ വിഷയങ്ങൾ, ഈ ഭൂമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൃഷി, ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചതുകൊണ്ടോ എന്തെല്ലാം ഹിക്മത്തുകളാണോ അതെല്ലാം ഇവിടെ നടപ്പാക്കുവാൻ അള്ളാഹു നിശ്ചയിച്ച പ്രതിനിധികളാകുന്നു മനുഷ്യർ. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ അള്ളാഹു പണം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിനിധി എന്ന നിലക്കാണ്. മനുഷ്യന് അള്ളാഹു സൗകര്യങ്ങൾ കൊടുക്കുന്നത്, അധികാരം കൊടുക്കുന്നത്, സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ പാവങ്ങൾക്ക് ധനം കൊടുക്കേണ്ടത്, അള്ളാഹു നേരിട്ട് വിതരണം ചെയ്യേണ്ടത് ഈ ധനികനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. പാവങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുവാൻ വേണ്ടി അധികാരമുള്ള ആളുകൾ അള്ളാഹു നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഈ പാവങ്ങൾക്ക് ആവശ്യമായ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കേണ്ട അല്ലാഹു തആല, ആ ചെയ്തു കൊടുക്കേണ്ടത് നേരിട്ട് അള്ളാഹു ഏറ്റെടുക്കാതെ അതിന് പറ്റുന്നൊരു വിഭാഗത്തെ അല്ലാഹു തആല ഇവിടെ അധികാരികളാക്കി വെച്ചു. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്ത ബോധം ധനികർക്കുണ്ടാവണം, അധികാരികൾക്കുണ്ടാവണം. ഞങ്ങൾ സർവ സ്വതന്ത്രരല്ല എന്നും ഞങ്ങളുടെ സ്വയം കഴിവ് കൊണ്ട് നേടിയതും സമ്പാദിച്ചതുമല്ല ഈ കാര്യങ്ങളെന്നും അല്ലാഹു തആല അവൻ്റെ പ്രതിനിധിയാക്കി ഞങ്ങളെ നിശ്ചയിച്ച് അല്ലാഹു ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അവൻ ഏൽപ്പിച്ചതാണ് എന്നുമുള്ള ഒരു ബോധം, അത് ധനികർക്കും അധികാരികൾക്കും ഇവർക്കെല്ലാവർക്കും അത് ഉണ്ടാവേണ്ടതാണ്. അതിനാണ് മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു തആല ഖലീഫ എന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെ ചോദ്യമുണ്ട്, എങ്ങനെയാണ് മലക്കുകൾക്ക് ഇത് മനസ്സിലായത്? ഈ മനുഷ്യ സമൂഹം എന്നൊരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കുമ്പോൾ അവർ രക്തം ചിന്തുന്നവരും ഫസാദുണ്ടാക്കുന്നവരുമാണ് എന്ന വിഷയം
മലക്കുകൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് മുഫസ്സിറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അധിക മുഫസ്സിറുകളും പറഞ്ഞത് ഈ ഭൂമിയിൽ മറ്റൊരു വിഭാഗം മുമ്പുണ്ടായിരുന്നു, അവർ ജിന്നുകളായിരുന്നു. മനുഷ്യൻ്റെ ആയുസ്സല്ല ഭൂമിയുടെ ആയുസ്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെയും എത്രയോ മുമ്പ് ഭൂമിയുണ്ട്. ഈ ഭൂമിയിൽ ആദ്യം അല്ലാഹുത്തആല ഒരു വിഭാഗത്തെ, ജിന്നുകളിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തെ അല്ലാഹുത്തആല ഈ ഭൂമിയിൽ വെച്ചിരുന്നു. ആ വിഭാഗം ഇവിടെ കുഴപ്പങ്ങളുണ്ടാക്കുകയും അവർ പരസ്പരം രക്തം ചിന്തുകയും ഇതെല്ലാം ചെയ്തപ്പോൾ മലായിക്കത്തിനെ വിട്ട് അല്ലാഹുത്തആല അവരെ നശിപ്പിക്കുകയും കുറേ ആളുകൾ കടലിലും മറ്റൊക്കെ ചാടി തൽക്കാലത്തേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ മലായിക്കത്തിന് ഇങ്ങനെ ഒരു മുൻ അനുഭവമുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, എന്തിനാണ് ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നീ ഖലീഫയായി വീണ്ടും നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചത്. പക്ഷേ ഈ മനുഷ്യരെ സംബന്ധിച്ച് മലായിക്കത്ത് നിരീക്ഷിച്ച ഈ രണ്ട് കാര്യങ്ങളും സംഗതി ശരിയാണ്. മനുഷ്യർ കലാപം ഭൂമിയിൽ ഉണ്ടാക്കുന്നുണ്ട്, പരസ്പരം അവർ രക്തം ചിന്തുന്നുണ്ട്. അത് ആദ്യകാലം മുതൽ, ഹാബീലിൻ്റെയും കാബിലിൻ്റെയും കാലം മുതൽ തുടങ്ങിയ രക്തം ചിന്തൽ ഇന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ പഠിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിന് മറുപടി അല്ലാഹു തആല പറഞ്ഞത് ഇന്നി അഅലമു മാ ലാ തഅലമൂൻ എന്നാണ്. അപ്പോൾ മലായിക്കത്ത് വിചാരിച്ചത്, വിശ്വസിച്ചത് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച്, ഒരാളുടെ വിചാരം നമുക്ക് അത്രേ പറയാൻ കഴിയുള്ളൂ, അവർ ഭാവിച്ചത് നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഇബാദത്താണ് ഭൂമിയിൽ ഖലീഫയാകുവാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്നാണ്. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങൾ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു, നിന്നെ തഖ്ദീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളാണല്ലോ ഏറ്റവും ഖിലാഫത്തിന് അർഹർ, പ്രതിനിധിയാവാൻ ഏറ്റവും അർഹർ. അപ്പോൾ ഇൽമിനേക്കാളും ഇബാദത്താണ് ഭൂമിയിൽ ഖിലാഫത്തിന്, ഖലീഫയാകുവാൻ വേണ്ട ഗുണം എന്ന് മലായിക്കത്ത് ധരിച്ചതുപോലെയുണ്ട് അവരുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം തുടർന്നുള്ള ആയത്തിൽ പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. അപ്പോൾ അതും ഇതുകൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. ഇൽമാണ്, വിജ്ഞാനമാണ്, അറിവാണ് ഖിലാഫത്തിന് ഏറ്റവും വേണ്ട ഗുണം. അപ്പോൾ ഖലീഫയാവണമെങ്കിൽ ആബിദാവുന്നതിനേക്കാളും ആലിമാവുകയാണ് വേണ്ടത്. ഖിലാഫത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇന്ന സമയത്ത് ഇന്ന കാര്യം ഇന്ന രൂപത്തിൽ ചെയ്യണം, കാര്യങ്ങൾ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യുവാനുമുള്ള കഴിവ് അത് ഇബാദത്ത് കൊണ്ടല്ല, ഇൽമു കൊണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇബാദത്തിനേക്കാൾ ഖലീഫയാകുവാൻ ഏറ്റവും യോഗ്യത ഇൽമ് എന്ന സിഫത്തിനാകുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിന് 3 മറുപടികൾ പ്രധാനമായി പറയപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ മറുപടി ഇവിടെ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വണങ്ങുക എന്നതാണ്. നെറ്റി ഭൂമിയിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആലാക്ക് ചെയ്യുന്ന ആ രൂപത്തിലുള്ള ഇബാദത്താകുന്ന സുജൂദല്ല ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ഇന്ത്യ രാജ്യത്തൊക്കെ ഒരാളെ കാണുന്ന സമയത്ത് തല കുനിച്ചുകൊണ്ട് കൈകൂപ്പിക്കൊണ്ട് വണങ്ങുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പാശ്ചാത്യർക്കൊന്നുമില്ല, നമ്മളെ ഇന്ത്യൻ സംസ്കാരമാണ്. ആ സംസ്കാരം പോലെ അല്പം കുനിഞ്ഞുകൊണ്ട് ഒരു വണക്കം കൊടുക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ബഹുമാനം എന്നത് മാത്രമേ ഉദ്ദേശമുള്ളൂ, യഥാർത്ഥ സുജൂദല്ല എന്നാണ് ഇവിടെ പറയപ്പെട്ട പ്രസിദ്ധമായ അഭിപ്രായം. അതല്ല, ആദം നബി അലൈഹി സ്വലാമിനെ ഖിബിലയാക്കി ഉസ്ജുദു ലി ആദം, ആദമിലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുക. അപ്പോൾ ഈ ആദം എന്ന് പറഞ്ഞാൽ ആദം നബിക്ക് വേണ്ടി സുജൂദ് ചെയ്യുക എന്നല്ല അർത്ഥം. ആദമിലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുക. നാം ഖിബിലയിലേക്ക് സുജൂദ് ചെയ്യും പോലെ, അത് കഅബക്കുള്ള സുജൂദല്ല, അള്ളാഹ്ക്കുള്ള സുജൂദാണ്. പക്ഷേ നാം ചെയ്യുന്നത് ഖിബിലയിലേക്കാണ്. ഇതുപോലെ ആദമിലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുക. അപ്പോൾ ആദം നബിയെ ഖിബിലയുടെ സ്ഥാനത്താക്കി കഅബയെ അള്ളാഹു ബഹുമാനിച്ചതുപോലെയുള്ളൊരു ബഹുമാനമാണ് ഇവിടെ ആദം നബി അലൈഹി ഇസ്ലാമിന് കൊടുത്തത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു.
പക്ഷെ ഇതിനേക്കാളെല്ലാം വളരെ കൃത്യമായി മറുപടി മറ്റൊന്നാണ്. സുജൂദ് അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യൽ ഷിർക്കായതും ഹറാമായതും അത് ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. മനുഷ്യന് സുജൂദ് ചെയ്യരുത് എന്ന് അള്ളാഹു പറഞ്ഞാൽ പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ അത് ഷിർക്കാണ്, ചുരുങ്ങിയ പക്ഷം അത് ഹറാമാണ്. അപ്പോൾ അള്ളാഹു തആല കൽപ്പിക്കുന്നത് സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് തെറ്റാവുന്നത്. അപ്പം നമ്മെ സംബന്ധിച്ച് ഒരു മഖ്ലൂഖിനും ഒരു ഇൻസാനിനും സുജൂദ് ചെയ്യൽ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ഒരു മഖ്ലൂഖിന് സുജൂദ് ചെയ്താൽ അത് കുഫ്റായി പോകും, ഷിർക്കായി പോകും, ചിലപ്പോൾ ഹറാമാകും, ഇങ്ങനെയെല്ലാം വരും. അതേസമയം ഇങ്ങനെ ഒരു വിരോധമില്ലെങ്കിൽ മനുഷ്യന് സുജൂദ് ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിച്ചതെങ്കിൽ അപ്പോൾ ആ സുജൂദ് ചെയ്യൽ ഷിർക്കാവൂല, ആ സുജൂദ് ചെയ്യൽ ഹറാമാവൂല. ആ ഒരവസ്ഥയാണ് മലായിക്കത്തിനുള്ളത്. അപ്പോൾ സുജൂദ് ഒറിജിനൽ സുജൂദ്, യഥാർത്ഥ സുജൂദ് നാം അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യും പോലെയുള്ള മുഖം വെച്ചുകൊണ്ടുള്ള ശരിയായ സുജൂദ് തന്നെയാണ്. എന്നാൽ പോലും അത് ഷിർക്കല്ല. കാരണം അല്ലാഹു തആല ചെയ്യാൻ കൽപ്പിച്ചാൽ പിന്നീട് ഷിർക്കിൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അല്ലാഹു തആല ചെയ്യരുതെന്ന് പറയുമ്പോൾ പിന്നീട് നാം അത് ചെയ്യുമ്പോഴാണ് ഷിർക്കിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഇങ്ങനെ മറുപടിയാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ സുജൂദ് തന്നെയാണ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ആലിമിനെ ബഹുമാനിക്കേണ്ടതാണ് എന്നും പ്രത്യേകിച്ച് തനിക്ക് ഇൽമു പഠിപ്പിച്ചതെന്ന മുഅല്ലിമിനെ, ഉസ്താദിനെ ആദരിക്കേണ്ടതാണ് എന്നും ഈ ഒരു സംഭവത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സുജൂദ് ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ മലക്കുകളെ കൂട്ടത്തിൽ ഇബ്ലീസും ഉണ്ടായിരുന്നു. ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. അബാ വസ്തക്ബറ, അവൻ സുജൂദ് ചെയ്യാൻ വൈമനസ്യം കാണിച്ചു, അവൻ അഹങ്കരിച്ചു. ഇവിടെ അഹങ്കാരമാണ് ഇബ്ലീസിനെ സുജൂദിൽ നിന്ന് അകറ്റിയത്. അത് സാധാരണ നാം ധാരാളമായി കേൾക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ അഹങ്കരിക്കുക. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. എനിക്ക് ഇബാദത്ത് ചെയ്യലിൽ നിന്ന് അഹങ്കാരം നടിക്കുന്നവർ, അഹങ്കാരം അത് വലിയ ഒരു ദുസ്വഭാവമാണ്, വളരെ കഠിനമായ സ്വഭാവമാണ്. മനുഷ്യൻ തമ്മിൽ തന്നെ അഹങ്കരിക്കാൻ പാടില്ല. ഒരാൾ മറ്റൊരാളോട് പോലും അഹങ്കരിക്കരുത്. ഹദീസിൽ വന്നത് മിസ്കാലു ഹബ്ബത്ത് മിൻ ഖർദലിൻ മിൻ കിബർ, ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ കിബറിൻ്റെ ചെറിയൊരംശമുണ്ടെങ്കിൽ പോലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. അപ്പം ഇത് സാധാരണ അഹങ്കാരമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലുള്ള അഹങ്കാരം ഇതിനേക്കാൾ എത്രയോ ഗൗരവമാണ്. ഇനി ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ പഴം ഭക്ഷിച്ച ഒരു വിഷയം വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് വരും. പക്ഷേ ഇവിടെ അല്ലാഹു തആല പറയുന്നത് ഇവൻ അഹങ്കരിച്ചത് കൊണ്ട് സ്വർഗലോകത്തിൽ നിന്ന് ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് നീ പുറപ്പെടുക, നീ പുറത്തു പോവുക, നീ റജീമാണ്, നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഈ ഒരു അഹങ്കാരം ഇബ്ലീസിനെ കാഫിറാക്കി മാറ്റുകയും സ്വർഗത്തിൽ നിന്നും സ്വർഗീയ സുഖങ്ങളിൽ നിന്നും ആട്ടപ്പെട്ടവനാക്കുകയും ചെയ്തു ഈ ഒരു അഹങ്കാരം. അപ്പോൾ ഇവൻ ചെയ്ത തെറ്റ് നിസ്സാരമായൊരു തെറ്റായി അല്ലാഹു തആല കണക്കിലെടുത്തില്ല. അതേസമയത്ത് ആദം നബി അലൈഹി സ്വലാമിനും അപ്പോൾ ഇബ്ലീസിൻ്റെ ഈ അഹങ്കാരത്തെ അല്ലാഹു വളരെ ഗൗരവമായാണ് എടുത്തത്. ആദം നബി അലൈഹി സ്വലാമിന് ഒരു പാകപ്പിഴ സംഭവിച്ചു. സ്വർഗത്തിൽ നിന്ന് കഴിക്കരുതെന്ന് പറഞ്ഞ ഒരു വിഭവം കഴിക്കുകയും അത് മുഖേന വിഷയങ്ങളുണ്ടാവുകയും ചെയ്തു. തുടർ ക്ലാസ്സുകളിൽ വരും. പക്ഷെ ആ ഒരു തെറ്റ് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിന് പുറത്തു കൊടുത്തു. അതൊരു പ്രശ്നമാക്കിയില്ല. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം നബി അലൈഹി സ്വലാം തൗബ ചെയ്തപ്പോൾ അല്ലാഹു തആല ആ ഒരു പാകപ്പിഴവ് ആദം നബി അലൈഹി സ്വലാമിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു. ഇബ്ലീസ് ലഅനഹുല്ലാ ഇവിടെ ചെയ്ത തെറ്റ് അവൻ തൗബ ചെയ്തതുമില്ല, അത് അല്ലാഹു തആല പുറത്തു കൊടുത്തതുമില്ല. അല്ലാഹു തആല അത് ഏറ്റവും ഗൗരവമായി എടുത്തു. എന്താ ഈ രണ്ട് തെറ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാനുഷികമായ ദൗർബല്യമാണ് തെറ്റിലേക്ക് കൂട്ടിച്ചേർത്തത്. മറ്റൊന്ന് അഹങ്കാരമാണ് തെറ്റിലേക്ക് കൂട്ടിച്ചേർത്തത്. മാനുഷികമായ ദൗർബല്യം എന്നത് മറ്റൊരു വിഷയമാണ്, അഹങ്കാരം എന്നത് മറ്റൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതർ പറഞ്ഞു,
ഒരാൾ ഇബാദത്ത് ചെയ്യാതിരിക്കലാണ് ഗൗരവമായ തെറ്റ്. തിന്മ ചെയ്യൽ, ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ നിസ്കാരവും നോമ്പും ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും എല്ലാ കാര്യവും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ അള്ളാഹു വിരോധിച്ച ചില കാര്യങ്ങളിലേക്ക് അവൻ വഴുതി വീഴുന്നുണ്ട്. അപ്പോൾ മദ്യപാനത്തിലേക്ക് അവൻ വഴുതി വീഴുന്നുണ്ട്. അത് ഗൗരവമുള്ള കാര്യമാണ്, ഗൗരവം ഇല്ല എന്നല്ല പറയുന്നത്. മദ്യപാനത്തിലേക്ക് അവൻ വഴുതി വീഴുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഫോട്ടോ അവൻ നോക്കുന്നു, സ്ത്രീകളിലേക്ക് അവൻ നോക്കുന്നു. ഇങ്ങനെ പല പല തെറ്റുകളിലേക്കും അവൻ വഴുതി വീഴുന്നു. എന്നാൽ അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ നിർബന്ധമായ കാര്യങ്ങളും മറ്റും അവൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് അല്ലാഹു തആല പുറത്തു കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും. എന്തുകൊണ്ട്? ഇവൻ മനുഷ്യനെ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ദുർബലനായാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. ആ ഒരു ദൗർബല്യത്തിൻ്റെ ഭാഗമായാണ് ഇവൻ വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് പോയത്, അവൻ്റെ മനസ്സ് നീങ്ങിയത്. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ആദം നബി അലൈഹി ഇസ്ലാമിനും സംഭവിച്ചത്. അതിൻ്റെ വിശദവിവരം പിന്നീട് വരും. അതുകൊണ്ട് അത് പെട്ടെന്ന് അല്ലാഹു തആല പുറത്തു കൊടുത്തു. മറ്റുള്ളത് അല്ലാഹു തആല ഒരു കാര്യം ചെയ്യ് എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കിപ്പോൾ ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കൽ എന്തെങ്കിലും ഒരു ഹറാമിൽ പോയി ചാടുന്നതിനേക്കാളും ഗൗരവമാണ്. നോമ്പൊഴിവാക്കൽ എന്തെങ്കിലും ഒരു ഹറാമിൽ പോയി ചാടുന്നതിനേക്കാളും ഗൗരവമാണ്. കാരണം അള്ളാഹു കൽപ്പിച്ച ഫർദായ ഇബാദത്തുകൾ ചെയ്യാതിരിക്കുക എന്നത്, അതിനവരെ പ്രേരിപ്പിക്കുന്നത് അത് അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം മറ്റുള്ളതിനേക്കാളും ഗൗരവമായി അല്ലാഹു തആല എടുക്കുന്നത്. അതുകൊണ്ട് ഇബ്ലീസിന് അല്ലാഹു തആല പുറത്തു കൊടുത്തില്ല, ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു. അപ്പോൾ ഈ സുജൂദിൻ്റെ സംഭവം ഒരുപാട്. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച ഈ ഒരു വിഷയം 25ഓളം സ്ഥലങ്ങളിൽ ഖുർആനിൽ പറയുന്നുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് സുജൂദ് ചെയ്യാൻ പറയുകയും ഇബ്ലീസ് വിട്ടുനിൽക്കുകയും ചെയ്ത സംഭവം 10ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് മനുഷ്യൻ്റെ ശ്രേഷ്ഠത എത്രത്തോളമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ് 25 സ്ഥലങ്ങളിൽ ഈ കാര്യം അല്ലാഹു പറയുന്നത്. അഹങ്കാരം ഒരു മനുഷ്യനെ എത്രത്തോളം അധപ്പതിപ്പിക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഇബ്ലീസിൻ്റെ ഈ ഒരു സംഭവം അല്ലാഹു തആല ഇത്രയധികം സ്ഥലങ്ങളിൽ ഉണർത്തുന്നത്. കാരണം ഈ ഒരു അഹങ്കാരം തന്നെയാണ് മക്ക മുശ്രിക്കുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റിയത്. ഈ ഒരു അഹങ്കാരം തന്നെയാണ് ലോകത്ത് ഇന്നോളമുള്ള സത്യം മനസ്സിലായിട്ടും സത്യം അംഗീകരിക്കാത്ത ആളുകളെ അല്ലാഹു ഇസ്ലാമിൽ നിന്ന് അകറ്റിയത്. അത് അവരുടെ ഈ അഹങ്കാരമാണ്. അപ്പോൾ അഹങ്കാരത്തിൻ്റെ ഗൗരവവും അതിൻ്റെ ശിദ്ദത്ത്, അതിൻ്റെ ഖുതൂറത്ത് മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ആവർത്തിച്ച് ഖുർആനിൽ പറയുന്നത്. പിന്നെ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഭാര്യയെയും സ്വർഗത്തിൽ താമസിപ്പിച്ചു. അത് താൽക്കാലികമാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ തെറ്റുപറ്റി ഭൂമിയിലേക്ക് ആക്കി എന്നൊക്കെ പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരു സംഭവമുണ്ട്. ആദ്യം ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിക്കുമ്പോൾ അപ്പോൾ മലായിക്കത്തിനോട് പറഞ്ഞത് ഞാൻ സ്വർഗത്തിലേക്ക് ഒരാളെ സൃഷ്ടിക്കുന്നു എന്നല്ല. മലക്കുകളോട് അല്ലാഹു ആദ്യമേ പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ എന്നാണ്, ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിപ്പിൻ്റെ ആദ്യ ഉദ്ദേശം തന്നെ ഭൂമിയിൽ ഖലീഫയാവുക എന്നതാണ്, സ്വർഗത്തിൽ ഖലീഫയാവുക എന്നതല്ല. പക്ഷേ സ്വർഗം കാണിച്ചു കൊടുത്താണ് അള്ളാഹു ഭൂമിയിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാമിനെ ആക്കുന്നത്. അത് നല്ലതാണ്. ആദ്യം സ്വർഗം കാണിച്ചു കൊടുക്കുകയും സ്വർഗീയ സുഖം എങ്ങനെയാണെന്ന് അറിയിച്ചു കൊടുക്കുകയും അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അങ്ങനെ വളരെ സുഖകരമായി ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭൂമിയിലേക്കാക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഗേഹമെന്നും നിങ്ങൾക്ക് ഇങ്ങോട്ടാണ് മടങ്ങി വരാനുള്ളത് എന്നും ഭൂമിയിലേക്ക് നിങ്ങൾ ഖലീഫയായാണ് പോകുന്നത് എന്നും നിങ്ങൾക്ക് ശാശ്വതമായി വസിക്കുവാനുള്ള ഭവനം അത് സ്വർഗമാണ് എന്നും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ആദ്യം സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിച്ചത്. ആ സംഭവമാണ് പിന്നീട് 35-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു പറയുന്നത്. വഖുൽനാ യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈഥു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി അശ്ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അല്ലാഹു തആല സ്വർഗത്തിൽ എല്ലാ സൗകര്യവും കൊടുത്തു. പക്ഷേ ഭൂമിയിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഇറക്കുവാനുള്ളൊരു കാരണം അവിടെ ഉണ്ടായി.
ആ കാരണമാണ് ഒരു പ്രത്യേക മരം അള്ളാഹു വിലക്കിയത്. വിലക്കിയാൽ വിലക്കപ്പെട്ടതിനോട് കൂടുതൽ ആഗ്രഹം തോന്നും എന്നത് മനുഷ്യ സഹജമാണ്. അപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ ഒരാളോട് പറഞ്ഞു നിങ്ങളോട് നോക്കല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടേ നോക്കാൻ തോന്നുള്ളൂ. ആ സ്ത്രീ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇയാൾ അങ്ങോട്ട് നോക്കിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഒരു സാധനം നാം ഒരാൾക്ക് കൊടുത്തത് തുറന്നു നോക്കരുതട്ടോ എന്ന് പറഞ്ഞാൽ അവൻ ആകാംക്ഷയായി, എന്നാൽ അതൊന്ന് തുറന്നു നോക്കാൻ വേണം എന്നായിരിക്കും അവൻ്റെ ചിന്താഗതി. എന്നാൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അയാളത് തുറന്നു നോക്കൂല. ഇത് മനുഷ്യ സഹജമാണ്. ഒരു കാര്യം വിലങ്ങുമ്പോൾ ഇവന് ആകാംക്ഷ കൂടുകയാണ്. എന്താ അപ്പോൾ ഇത് വിലങ്ങാനുള്ള കാരണം? ആ ആകാംക്ഷ പലപ്പോഴും അവനെ തെറ്റിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തിലുണ്ടാകും. ആ ഒരു മരത്തിലേക്ക് പോകരുതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇപ്പോൾ അത് അങ്ങനെ പറയാൻ കാരണം എന്ന ചിന്ത ആദം നബി അലൈഹി ഇസ്ലാമിനുണ്ട്. ആ ഒരു ചിന്ത അത് സമർത്ഥമായി മുതലെടുക്കുകയാണ് ഇബ്ലീസ് ലഅനഹുല്ലാഹ് ചെയ്തത്. ആദം നബി അലൈഹി ഇസ്ലാമിനോട് വന്ന് സത്യം ചെയ്തുകൊണ്ട് വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് നന്മ ഉദ്ദേശിക്കുന്നവനാണ്, നിങ്ങളുടെ ഖൈർ ആഗ്രഹിക്കുന്നവനാണ് എന്ന് പടച്ച റബ്ബിനെ പിടിച്ച് സത്യം ചെയ്ത് അവൻ പറഞ്ഞപ്പോൾ, അത് വിവിധ സ്ഥലങ്ങളിൽ വരുന്ന ആയത്താണ്. സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് അത് ശരിയാണ് എന്ന് തോന്നി. തൽക്കാലത്തേക്ക് അല്ലാഹു തആല ഈ വിരോധിച്ച വിരോധത്തിൻ്റെ ഗൗരവമോ അല്ലെങ്കിൽ ഈ വിരോധമോ ആദം നബി അലൈഹി ഇസ്ലാം മറന്നു. അത് മറന്നുകൊണ്ടാണ് പഴം ഭക്ഷിച്ചത് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഫനസിയ വലം നജിദ് ലഹു അസ്മ, ആദം നബി അലൈഹി ഇസ്ലാം മറന്നുപോയി. ഫലം നജിദ് ലഹു അസ്മൻ, ആദം നബി അലൈഹി ഇസ്ലാമിന് മനക്കരുത്ത് കിട്ടിയില്ല. അപ്പോൾ അല്ലാഹു തആല വിരോധിച്ച അത് കാലാകാലവും ആ വിരോധം അതിൻ്റെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുവാനുള്ള മനക്കരുത്ത് ആദം നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയില്ല എന്നും മറവി സംഭവിച്ചു എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മറവിയുടെ ഭാഗമായാണ് ഈ ഒരു പഴം ഭക്ഷിക്കലുണ്ടായത്. അതിന് ഇബ്ലീസ് ലഅനഹുല്ലാഹയുടെ ഈ ഒരു വസ്വാസ് അതിന് കാരണമാവുകയും ചെയ്തു. അത് നിഷ്കളങ്കരെ പെട്ടെന്ന് പറ്റിക്കാനും കണിയിൽ വീഴ്ത്താനും സാധിക്കും. അല്ലാഹു തആലയെ പിടിച്ച് സത്യം ചെയ്ത് ഇബ്ലീസ് ലഅനഹുല്ലാ പറയുമ്പോൾ ഇത് തെറ്റായിരിക്കും എന്ന് തോന്നുവാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആദം നബി അലൈഹി ഇസ്ലാം. പടച്ച റബ്ബിനെ വല്ലാഹി പറഞ്ഞ് നുണ പറയുന്നത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചിന്തയിൽ ഇല്ല. ആദം നബി അലൈഹി ഇസ്ലാം അത്രയും പരിശുദ്ധനാണ്, സംശുദ്ധനാണ്, നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയാണ് ഈ ഒരു പാകപ്പിഴവിലേക്ക് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഭാര്യയായ ഹവ്വാ ബീവിയെയും കൂട്ടിച്ചേർത്തത്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വാരിയല്ലിൽ നിന്നാണ് ഭാര്യയായ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ത്രീകളെയും സൃഷ്ടിച്ചത് വാരിയല്ലിൽ നിന്നാകുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അത് എല്ലാ സ്ത്രീകളെയും വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് സ്വഹീഹായ ഹദീസിൽ തന്നെ ഇന്നമാ ഖുലിഖ്ന മിൻ ളിലായിൽ നിന്നാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് ഹദീസിൽ വന്നത്. അത് ഈ ആദ്യ സ്ത്രീയായ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയായ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ മനുഷ്യനെ മുഴുവനും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഓരോരുത്തരും മണ്ണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അത് നമുക്കൊക്കെ അറിയാലോ. ഓരോരുത്തരും മണ്ണ് എന്നല്ല, ഓരോരുത്തരുണ്ടാവുന്നത് തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ബീജങ്ങളിൽ നിന്നാണ്. അതേസമയത്ത് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യകുലത്തിൻ്റെ ആദി പിതാവായ ആദം നബി അലൈഹി ഇസ്ലാം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതുപോലെയാണ് സ്ത്രീകളെ നിങ്ങൾ നന്നായി സൂക്ഷിക്കുക. നിങ്ങൾ ആ സ്ത്രീയെ വളവോടുകൂടെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലനിർത്തിപ്പോവാൻ സാധിക്കും. നിങ്ങൾ അത് നന്നാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകും. കാരണം സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ്. അത് ആ വളവോട് കൂടെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ അത് ഒരുപോലെ ശരിയാവണമെന്ന് വിചാരിച്ചാൽ പൊട്ടുകയുള്ളൂ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്ത്രീയെ സൃഷ്ടിച്ചത് വാരിയലിൽ നിന്നാണെന്ന് പറയുമ്പോൾ ഓരോ സ്ത്രീയെയും ഓരോ പുരുഷൻ്റെയും വാരിയലിൽ നിന്ന് എന്നർത്ഥമല്ല. സ്ത്രീ സമൂഹത്തിൻ്റെ ആദ്യ മാതാവായ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് ഈ വാരിയലിൽ നിന്ന് എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു പിഴവ് സംഭവിക്കുകയും ആ പിഴവിനെ തുടർന്ന് ആദം നബി അലൈഹി ഇസ്ലാം തൗബ ചെയ്യുകയും ചെയ്തു. ആ തൗബ അല്ലാഹു തആല
സ്വീകരിച്ചു. പിശാച് ആദം നബി അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല ആദം സന്തതികളാകുന്ന മനുഷ്യനെ അല്ലാഹു തആല ഭൂമിയിലേക്കാക്കി. ഫഅസല്ലഹുമ അശ്ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി വഖുൽനാ ഇഹ്ബിതു ബഅ്ദുകും ലിബഅ്ദിൻ അദു വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനോടും തൻ്റെ മുതുകിൽ ഇരിക്കുന്ന സന്താന പരമ്പരയോടും അല്ലാഹു തആല പറഞ്ഞു, ഇഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങളെല്ലാവരും ഇഹ്ബിതു ബഅ്ദുകും ലിബഅ്ദിൻ അദു, ചിലർക്ക് ശത്രുതയുള്ളവരായി നിങ്ങൾ പുറത്തേക്ക് പോവുക. ഇബ്ലീസിൻ്റെ ശത്രുതയാണ് നിങ്ങളെ ഈ രൂപത്തിലാക്കിയത്. അപ്പോൾ പരസ്പര ശത്രുത എന്നത് നിങ്ങളുടെ രക്തത്തിലും നിങ്ങളുടെ മജ്ജയിലും നിങ്ങളുടെ മാംസത്തിലും ചേർന്നതാണ്. അപ്പം നിങ്ങൾ ഇനി പരസ്പര ശത്രുത ഉള്ളവരായ നിലയിൽ നിങ്ങൾ സ്വർഗലോകത്തിൽ നിന്ന് പുറത്തേക്ക് പോവുക. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് പരസ്പര ശത്രുതയുടെ വീടാണ് എന്നും മനുഷ്യൻ്റെ ജന്മപരമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് ഹസദും അസൂയയും ശത്രുതയുമെന്നും ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക എന്നല്ല പറയുന്നത്, നിങ്ങൾ പരസ്പര ശത്രുക്കളായ നിലക്ക് നിങ്ങൾ സ്വർഗലോകത്തിൽ നിന്ന് നിങ്ങൾ പോവുക. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഭൂമിയിൽ നിങ്ങൾക്ക് അല്പകാലത്തേക്ക് താമസിക്കുവാനുള്ള ഇടമുണ്ട്, അതിനു വേണ്ട സുഖ സൗകര്യങ്ങളും അല്ലാഹു തആല ഭൂമിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദം നബി അലൈഹി ഇസ്ലാം ഖേദിച്ചു, തൗബ ചെയ്തു. തൗബ ചെയ്തത് എന്ത് പറഞ്ഞിട്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെങ്കിലും ശരി, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഇതായിരുന്നു ആദം നബി അലൈഹി സ്വലാം ദുആ ചെയ്ത ദുആ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ പോലെയുള്ള മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ദുആ ആണ് അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് തോന്നിപ്പിച്ചു കൊടുത്തത്. ആ ദുആ കൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തത്. അല്ലാഹു തആല ആ ദുആ കാരണമായിട്ട് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ സ്വീകരിക്കുകയും ചെയ്തു. ഫതാബ അലൈഹി, അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗബ സ്വീകരിച്ചു. കാരണം അല്ലാഹു തആല അങ്ങേയറ്റം ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അവനാണ് തൗബ സ്വീകരിക്കുന്നവനും നന്മ ചെയ്തു കൊടുക്കുന്നവനും എന്ന് ഖുർആൻ പറഞ്ഞു. തൗബ ഏത് തെറ്റ് ചെയ്താലും തൗബ നിർബന്ധമാണ്. തൗബക്ക് പല നിബന്ധനകളും ഷർത്തുകളും പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട്. 4 ഷർത്തുകൾ തൗബക്കുണ്ട്. ഈ 4 ഷർത്തുകൾ ഒത്തെങ്കിൽ മാത്രമേ തൗബ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ആദ്യം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് നിർത്തണം. ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൗബ ചെയ്യുന്നതിന് അർത്ഥമില്ല. അപ്പോൾ മദ്യം കുടിക്കുന്ന ആൾ മദ്യപാനം നിർത്തിയാണ് തൗബ ചെയ്യേണ്ടത്. മദ്യപാനത്തോടു കൂടെ തൗബ ചെയ്താൽ ആ തൗബ ആത്മാർത്ഥതയുള്ള തൗബയല്ല എന്ന കാര്യം ഉറപ്പാണ്. രണ്ടാമത്തേത്, മേലിൽ ഞാൻ ചെയ്തത് തെറ്റാകുന്നു എന്ന് അവന് ബോധ്യം വേണം. അതുകൊണ്ട് തന്നെ തെറ്റിനെ ന്യായീകരിക്കുന്ന ആളുകൾ അവർ തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കൂല. കാരണം അവൻ ചെയ്തതാണ് ശരി എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അവൻ ചെയ്തത് തെറ്റാകുന്നു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെ തൊട്ടാണ് അവൻ തൗബ ചെയ്യണത്? തെറ്റിനെ തൊട്ടാണ് തൗബ വേണ്ടത്. പക്ഷെ അവൻ ചെയ്തത് തെറ്റല്ല എന്നാണ് അവൻ വിശ്വസിക്കുന്നത്, പിന്നെ തൗബക്ക് അർത്ഥമില്ല. അപ്പം ചെയ്തു പോയത് തെറ്റാകുന്നു എന്ന് അംഗീകരിക്കുകയും അതിൻ്റെ മേൽ ഖേദിക്കുകയും വേണം. നിലവിൽ ആ തെറ്റിൽ നിന്ന് അവൻ മുക്തനാവുകയും വേണം. പിന്നീട് ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് അവൻ ഉറപ്പിക്കുകയും വേണം. അപ്പോൾ ഒന്ന് അന്നദമു, ഒന്ന് ചെയ്ത തെറ്റിൻ്റെ മേൽ ഖേദിക്കൽ. 2 തർക്കുദ്ദംബ്, ആ തെറ്റ് ഇപ്പോൾ ചെയ്യാതിരിക്കൽ. 3-മത്തേത് അൽ അസ്മു അല അല്ലാ യഊദ്, അവൻ ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് ഉറപ്പിക്കൽ. ഈ 3ഉം ഏതൊരു തൗബയാണെങ്കിലും ശരി, എന്തൊരു ദോഷത്തിൽ നിന്നുള്ള തൗബയാണെങ്കിലും ശരി, ഈ 3 ഷർത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ റുക്നുകൾ, നിബന്ധനകൾ യോജിക്കേണ്ടതുണ്ട്. ഇനി ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഒരാളെ ചീത്ത പറയുകയോ ഗീബത്ത് പറയുകയോ നമീമത്ത് പറയുകയോ അല്ലെങ്കിൽ ഒരാളുടെ സ്വത്ത് കൊള്ളയടിക്കുകയോ കക്കുകയോ ഒരാൾ ആക്രമിക്കുകയോ ഇങ്ങനെയൊക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റാണ് അവൻ ചെയ്തതെങ്കിൽ ആ തെറ്റിൽ നിന്ന് മോചിതനാവണമെങ്കിൽ അയാളുമായുള്ള ഈ പ്രശ്നം തീർക്കണം. അപ്പോൾ ഗീബത്ത് പറഞ്ഞതാണെങ്കിൽ അയാളോട് പൊരുത്തപ്പെടിക്കണം, നമീമത്ത് പറഞ്ഞതാണെങ്കിൽ പൊരുത്തപ്പെടിക്കണം.
അക്രമം ചെയ്തതാണെങ്കിൽ അത് പൊരുത്തപ്പെടിയിക്കണം, അല്ലെങ്കിൽ അതിന് പ്രതിക്രിയ ചെയ്യുവാൻ ഇവൻ സൗകര്യം ചെയ്തു കൊടുക്കണം. സ്വത്ത് മോഷ്ടിച്ചതാണെങ്കിൽ ആ സ്വത്ത് തിരിച്ചു കൊടുക്കണം, പിന്നീട് അവനോട് പൊരുത്തപ്പെടിയിക്കണം. അപ്പം ഇങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യന് ഇവൻ ചെയ്ത ഉപദ്രവം എന്താണോ ആ ഉപദ്രവത്തിൽ നിന്ന് ഇവൻ മോചിതനാവുകയും വേണം. ഇങ്ങനെ 4 ഷർത്തുകൾ അല്ലെങ്കിൽ 4 റുക്നുകൾ തൗബക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ 4 റുക്നുകൾ യോജിച്ചെങ്കിൽ മാത്രമേ തൗബയായി മാറുകയുള്ളൂ. ഇവിടെ ആദം നബി അലൈഹി സ്വലാം തൗബ ചെയ്തു എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാം ചെയ്തത് അത് ദോഷമായി എന്ന കാരണത്താലല്ല. അമ്പിയാക്കൾ മാസൂമ്യങ്ങളാണ്. പിന്നെ ഇവിടെ ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ സംഭവിച്ചത് എന്താണ്? അതൊരു മഅസിയത്തല്ല, ദോഷമല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ മറവി സംഭവിച്ചതാണ്. മറവി കൊണ്ട് ചെയ്തത് ദോഷമായി പരിഗണിക്കുകയില്ല. അതല്ലെങ്കിൽ ആദം നബി അലൈഹി സ്വലാമിൻ്റെ ചില വിലയിരുത്തലുകൾ, ചില ഇജ്തിഹാദുകളിൽ വന്ന പിഴവാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ അസാ ആദമു റബ്ബഹു ഫഗവാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ അസാ ആദമു എന്ന് പറഞ്ഞാലും ആദം നബി അലൈഹി സ്വലാം ഇങ്ങനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അതൊന്നും നാം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാം വിചാരിക്കുന്നത് പോലെയുള്ള ഹറാമായ ഒരു ദോഷം, ഒരു മഅസിയത്ത് ചെയ്തു എന്ന അർത്ഥത്തിനല്ല എന്നും, അത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അതിൽ ചെന്ന് വീണു. ആദം നബി അലൈഹി സ്വലാമിനെ പോലെയുള്ളൊരു നബിയായപ്പോൾ അല്ലാഹു തആല അത് കൂടുതൽ ഗൗരവത്തിലെടുക്കുകയും അതിനനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ അല്ലെങ്കിൽ ശിക്ഷണ നടപടികൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഖേദിച്ചു മടങ്ങി. ഇത് തെറ്റിൽ നിന്നുള്ള ഖേദിക്കലല്ല, തെറ്റിൻ്റെയും താഴെയുള്ള ചെറിയ ഒരു പാകപ്പിഴയിൽ നിന്നുള്ള മടക്കമാണ്. അതിനാണ് ഇവിടെ താബ എന്ന് പറയുന്നത്. അത് വലിയ മഹാന്മാരാകുമ്പോൾ അവരുടെ മഹത്വത്തിനനുസരിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കും. അത് പരസ്പരം ബന്ധം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഗൗരവം അവരിത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആദം നബി അലൈഹി സ്വലാമും അള്ളാഹുവും അത്രയും വലിയ അടുപ്പവും ബന്ധവുമായതുകൊണ്ട് ആദം നബിൻ്റെ അടുക്കൽ നിന്ന് സംഭവിച്ച ഒരു വിഷയം അത് വലിയ ഗൗരവമായി എടുത്തു. അമ്പിയാക്കൾ മാസൂമിയങ്ങളാണ് എന്ന് പണ്ഡിതർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റ് വിഷയങ്ങൾ ഇനി പിന്നീട് വരും. ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.